ഹായ് ഹലോ വെൽക്കം ടു യുവർ ചാനൽ ലെക്ചേഴ്സ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ എറണാകുളം പോകാട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ചായ വെച്ചിട്ടോ, വേഗം ചായ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് 7:50 നമുക്ക് ട്രെയിൻ ഒറ്റപ്പാലത്ത് നിന്ന്. അപ്പോഴേക്കും വേഗം റെഡി ആവാനുണ്ട്. അപ്പോഴേക്കും ടോമി വന്നിട്ടോ. അവനും ഇവിടെ ഉള്ളൊരു നായയുണ്ട്. അവൻ റെയറായിട്ട് ഇപ്പോൾ ഇവിടെ വരാറുള്ളൂ, മിക്ക വീഡിയോകളും ഇവിടെ പോകും. അപ്പോൾ ഇടയ്ക്ക് കറങ്ങിത്തിരിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ദോശ ഉണ്ടായിരുന്നു, ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവനത് കഴിക്കാം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിശന്നിട്ടാന്ന് തോന്നുന്നു അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം റെഡി ആയിട്ട് പോവുകയാണേ. അപ്പോൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു. സാധാരണയായി ഞാൻ പോകുന്നത് മറ്റേ ശതാബ്ദിക്കും വേണാടിനൊക്കെയാണ് കേട്ടോ. അത് 2:30 ഉച്ച തിരിഞ്ഞുള്ള സമയങ്ങളാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് എന്തുകൊണ്ട് ഇതാണെന്ന് തോന്നിയിട്ട്, കാരണം നട്ടപ്പറ വെയിലായിരിക്കും കേട്ടോ ആ സമയത്ത് പോകുമ്പോഴേക്കും. നമ്മൾ ഇവിടുന്ന് ദൂരമുണ്ട് അത്യാവശ്യം, അപ്പോൾ പോകുമ്പോൾ വെയിൽ കൊണ്ട് പോകണം. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ വലിയ വിഷയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഒറ്റപ്പാലം എബോട്ട് എത്താറായി, 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഈ കടയിൽ നിന്ന് 2 വട വാങ്ങിയിട്ട് വിശന്നിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്, കാരണം രാവിലെ നമ്മൾ 7 മണിക്കൂർ നമുക്ക് കഴിച്ചിട്ട് ഇറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പം പിന്നെ നമുക്ക് അത് ഉണ്ടാക്കിയൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ വേഗം സമയവും ഇല്ല. അപ്പോൾ കഴിച്ചിട്ട് തൽക്കാലം ഒന്ന് അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും വാങ്ങി ഇങ്ങോട്ട് പോകട്ടെ. ഇപ്പോൾ ഇതൊക്കെ ഒറ്റപ്പാലാണേ ബോട്ട് നമ്മൾ എത്താറായി. കാരണം 7:55 ട്രെയിൻ, 7:49 നമ്മൾ സ്റ്റേഷനിൽ എത്തണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വട വാങ്ങിയിട്ട് ഇത് മായന്നൂർ പാലമാണ് കേട്ടോ, ഒറ്റപ്പാലത്തുള്ള. അപ്പോൾ ദൂരെ മലയൊക്കെ ഉണ്ട്, താഴെ നമ്മുടെ ഭാരതപ്പുഴയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വേഗം ഇത് കഴിച്ചിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മളിത് ഒറ്റപ്പാലം സ്റ്റേഷനായിട്ട് ഇവിടെ എത്തി. അപ്പോൾ ആ ഒരു സൈഡിലാണ് നമ്മുടെ മെമു വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അപ്പുറം ഇറങ്ങിയിട്ടുള്ളതാണ്. ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഈ സൈഡ് നല്ല തിരക്കുണ്ട് ഈ മെമുവിന്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും തിരക്കുണ്ടാവുമെന്ന്. നമ്മൾ റിസർവും ചെയ്തിട്ടില്ല. അപ്പം ഇപ്പോൾ വണ്ടി വരുമെന്ന് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ്. കാരണം കറക്റ്റ് ഓൺ ടൈമായിരുന്നു നമ്മളിവിടെ എത്തിയത്. എനിക്ക് ഒറ്റപ്പാലം സ്റ്റേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മുടെ ആ മറ്റേ തൂവാനത്തുമ്പികൾ മൂവിയിൽ കാണിക്കുന്ന സ്റ്റേഷനാണല്ലോ ഇത്. അപ്പം മെമു വന്ന് മെമുവിൽ കയറി. എൻ്റെ പൊന്നോ സീറ്റ് ഉണ്ടായിരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഫസ്റ്റ് കയറിയപ്പോൾ വീഡിയോ ആണ്. പിന്നെ അങ്ങോട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ആൾക്കാർ കയറി ഇറങ്ങി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല തിരക്കുണ്ടാവുന്നു. ഇതിപ്പോൾ എബൌട്ട് എറണാകുളം എത്താറായ സമയത്തുള്ളതാണ് കേട്ടോ. ശരിക്കും ഒരു ദുരിതയാത്രയായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കും, പിന്നെ നിൽക്കാനും പറ്റണ്ടായിരുന്നില്ല. എടപ്പള്ളിയൊക്കെ എത്തിയപ്പോഴേക്കും നമ്മൾ ഇറങ്ങി ബസ്സിന് പോയാലോ എന്ന് ഓർത്തു കേട്ടോ. അത്രയ്ക്കും നിന്ന് വയ്യാണ്ടായിട്ടോ ഈ യാത്രയിൽ. പിന്നെ എങ്ങനെയോ നോർത്തിലെത്തി കേട്ടോ. കറക്റ്റ് സമയത്ത് എൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പോൾ പിന്നെ ആകെ ടെൻഷനായി പോയിട്ടോ, ചാർജില്ലാതെ. മൊത്തം ഒറ്റയ്ക്ക് വന്നുകൊണ്ടേ, അല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. അപ്പം അതും സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ ഒരു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എറണാകുളത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വെയിലിങ്ങനെ അധികം വെയിലൊന്നുമില്ല, കാരണം നമ്മളൊരു 10 മണിക്ക് ഇവിടെ എത്തി കേട്ടോ. പിന്നീട് സോഡാ സർബത്ത് കുടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ തളിക എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ബിരിയാണി വാങ്ങിട്ടോ. അപ്പോൾ നമ്മൾ പാഴ്സലാണ് വാങ്ങിയത്. ഇതാണ് കേട്ടോ അവരുടെ പാക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ബിരിയാണി ആയിട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഫാമിലി ഓണത്തിന് മൈസൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മറ്റേ നമ്മുടെ കാറ്റത്ത് ഇങ്ങനെ ആടുമ്പോൾ സൗണ്ട് കേൾക്കത്തില്ല. അപ്പം ഇത് നമ്മുടെ വാട്സപ്പ് ഇമോജിയിൽ കാണുന്ന ഈവിളായി പോലത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാറ്റത്ത് ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇഷ്ടമായിട്ടോ. പിന്നെ ബാഗ്സ്, ചപ്പൽസ് അതൊക്കെ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാഗ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇതൊരു സാൻഡലിൽ, പിന്നെ അഗർബത്തീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ചന്ദനത്തിൽ കത്തിച്ച് വെക്കുന്നതോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായിട്ടോ ഇന്ന്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നാണ് കേട്ടോ, 2-3 വർഷം മുന്നേ എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ അതിൽ ഹാപ്പി ബർത്ത്ഡേ ശ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തിങ്ങാണ്. പക്ഷേ ഇതിപ്പോൾ പൊടി പിടിച്ച് പോയിട്ട്, അപ്പോൾ ഞാൻ തുടച്ചൊക്കെ ഇങ്ങനെ വെക്കായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് സൈനിങ് ഓഫ്. ലക്ഷ്മി ടാറ്റ, ബൈ.